നമ്മുടെ പുരികങ്ങളുടെ ചലനങ്ങൾ, കൃഷ്ണമണിയുടെ ചലനങ്ങൾ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ, സംസാരഭാഷ, നമ്മളെ വ്യക്തിപരമായി സ്വാധീനിച്ചിട്ടുള്ള താളത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ഒക്കെ ഘടകങ്ങൾ, ഇതൊക്കെ കുട്ടനാട്ടിന് മാത്രമായ വേറൊന്നാണ്. കുട്ടിക്കാലം മുതൽ തന്നെ ഈ ഞാറ്റുപാട്ട്, കൊയ്ത്തുപാട്ട്, കളവടിപ്പാട്ട്, ഈ പറ എണ്ണി എണ്ണി അളക്കുന്നതിൻ്റെ താളക്രമങ്ങൾ, സംഗീതത്തിൻ്റെയും താളത്തിൻ്റെയും ഘടകങ്ങൾ, വള്ളം കെട്ടുന്നതിൻ്റെ ചില ശബ്ദങ്ങളുണ്ട്. ഇന്നതൊന്നും കേൾക്കാനില്ല കുട്ടനാട്ടിൽ പോലും എന്നാണ് വസ്തുത. വലിയ കെട്ടുവള്ളങ്ങൾ, അകത്തൊരാളിരുന്നും ഇരുന്ന ഒരാൾ ഈ റിവറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അടിച്ച് അപ്പുറം ഇപ്പുറം ഒരുപോലെ ഉറപ്പിക്കണം. പരസ്പരം തമ്മിൽ കാണുന്നില്ല ഇവർ. അപ്പോൾ താളം കൊണ്ടാണ് അകത്തിരിക്കുന്ന ആളും പുറത്തിരിക്കുന്ന ആളും ഒരേപോലെ അപ്പുറം ഇപ്പുറം അടിക്കുന്നത്. അപ്പോൾ അകത്തിങ്ങനെ ബേസ് ഡ്രം മാതിരി വലിയ ചുറ്റിക കൊണ്ട് ഇങ്ങനെ ഡം 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 നടിക്കുമ്പോൾ പുറത്തിരുന്ന ഒരാൾ ചെറിയ ചുറ്റിക കൊണ്ട് അല്ലെങ്കിൽ 2 ചുറ്റിക കൊണ്ട് ഈ താളത്തിലൊപ്പിച്ച് ടങ്കടറക്ക ഡും എന്നടിക്കുമ്പോൾ പരസ്പരം ഇവർ കാണുന്നില്ലെങ്കിലും ഈ താളത്തിലൂടെയുള്ള അവരുടെ ഒരു മാനസിക അവസ്ഥ ഒന്നായിത്തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം അടിസ്ഥാനപരമായി കുട്ടനാട്ടുകാർക്ക് ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത് നമ്മുടെ രചനയെയും ഭാഷയെയും ശൈലിയെയും ഒക്കെ സ്വാധീനിക്കും.